ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി എത്തിയിരുന്നത് വി.ഡി. സതീശൻ നയിച്ച പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിന് ആയിരുന്നു. അന്ന് ആ സമാപന സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഒരു പ്രഖ്യാപനം രാഹുൽ ഗാന്ധി നടത്തിയത്. അതായത് തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രിക എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ആയിരുന്നു അത്. അതിൽ തന്നെ വനിതകൾക്ക് സൗജന്യമായി KSRTC വാഹനങ്ങളിലെ യാത്ര, സാമൂഹിക ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തും, ഇൻഷുറൻസ് പരിരക്ഷ നൽകും, വിദ്യാർത്ഥിനികൾക്ക് പ്രത്യേകമായ തുക നൽകും, ഇങ്ങനെയൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുമെന്നാണ് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ പറയുന്നത്. പദ്ധതികളോട് നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് എന്നും മികച്ച ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരും എന്നുമാണ് അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞത്. വീടുകൾ കയറിയുള്ള പ്രചാരണത്തിൽ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന 5 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണ് UDF മുന്നോട്ട് വെക്കുന്നത്. വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. അതെ, പ്രതികരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടില്ലേ, നമ്മൾ വളരെ ജനങ്ങളുടെ അടുത്ത് നമ്മൾ എങ്ങനെ സമീപിക്കുന്നുള്ള ആശ്രയിച്ചിട്ടാണല്ലോ ഗവൺമെന്റ് ജനങ്ങളുടെ പ്രതികരണം. അപ്പൊ UDF ഇപ്രാവശ്യം വളരെ വളരെ പുതുമയോട് കൂടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ ക്യാമ്പയിനുകളാണ് നടപ്പിലാക്കുന്നത്. അത് കൃത്യമായിട്ടും ലക്ഷ്യബോധത്തോടുള്ള പ്രചരണം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായ മാർജിനിൽ തന്നെ അധികാരത്തിൽ വരുന്നത് ഉറപ്പാണ്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വ്യക്തമായ ഒരു മാർജിനിൽ തന്നെ അധികാരത്തിലേക്ക് വരുമെന്ന രീതിയിൽ തന്നെയുള്ള ഒരു പ്രചാരണ പരിപാടികൾ തന്നെയാണ് കോൺഗ്രസ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. ഓരോ വീടുകളിലും കയറി ചെന്നുകൊണ്ട് അവരോട് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന പദ്ധതി വിശദീകരിക്കുകയും ഒപ്പം തന്നെയും ഇതിന്റെ ഒരു മേന്മ അത് എങ്ങനെയാണ് അത് മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഏതെല്ലാം രീതിയിൽ പ്രതികരിക്കുന്നു, എങ്ങനെയാണ് അതിന്റെ ഒരു പ്രതികരണങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് എന്നതെല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ട് പുതിയൊരു രീതിയിൽ തന്നെയാണ് ദേശീയ നേതാക്കൾ നേരിട്ടിറങ്ങി ക്യാമ്പയിൻ ചെയ്യുന്ന രീതിയിലേക്കാണ് ആലുവയും അങ്കമാലിയിലുമെല്ലാം ഇപ്പോൾ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് KC വേണുഗോപാൽ ഇവിടെ ആലുവയിൽ സ്ഥാനാർത്ഥി അൻവർ സാദത്തിനൊപ്പം തന്നെ അദ്ദേഹം സഞ്ചരിക്കുകയും ചെയ്യുന്നത്. അങ്കമാലിയിലെ ചില വീടുകളിലും അദ്ദേഹം കയറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ദേശീയ നേതാക്കളെ തന്നെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടികളിലേക്ക് അടക്കം കടക്കുന്നു. മധ്യ കേരളത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ഒരു മേധാവിത്വം നേടാനായിട്ട് സാധിക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസ് UDF കണക്ക് കൂട്ടുന്നത്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ കൂടുതൽ ഒരു അപ്രമാദിത്വത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് പ്രചാരണ പരിപാടികൾ കൊണ്ടുപോകണം എന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ KC വേണുഗോപാൽ ഇവിടെ വീടുകൾ സന്ദർശിച്ചുകൊണ്ട് ഓരോ വീടുകളിലും കയറിക്കൊണ്ട് ഇപ്പോൾ കഞ്ഞൂർ മേഖലയിലാണ്. കഞ്ഞൂർ മേഖലയിൽ അങ്കമാലിയിലെയും അതോടൊപ്പം തന്നെ ആലുവയിലും എല്ലാം തന്നെ നിയോജക മണ്ഡലങ്ങൾ സമ്മേളിക്കുന്ന ഒരിടമാണ്. ഇവിടെയെല്ലാം തന്നെ കൂടുതൽ വീടുകൾ കയറുക എന്ന രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ദേശീയ നേതൃത്വം കൃത്യമായ രീതിയിൽ തന്നെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ വരും ദിവസങ്ങളിലും പ്രചാരണത്തിനു വേണ്ടി കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ആലുവയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.